Hello everyone, welcome to the another episode of Magic Hands of Deepa. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം ഞാൻ ഇന്ന് മീൻ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കേദർ ഫിഷാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു മുളക് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ഇന്ന് അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ. അപ്പം ഞാൻ ഇന്ന് പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം നമുക്ക് തീ നല്ലപോലെ സ്ലിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. മുളക് പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ പീസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചാറ് വേണ്ടത്രയും ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ചും കൂടി ചാറായിക്കോട്ടെ അല്ലേ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിനെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്തേക്കുന്നത്. തക്കാളി വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു ഫുള്ള് തക്കാളി ഉണ്ട് കേട്ടോ, ഒരു വലിയ തക്കാളിയാണ്. തക്കാളി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേദർ ഫിഷാണെന്ന് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ചേർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും എൻ്റെ അവതരണ ശൈലിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ, എന്തായതാന്നൊക്കെ ഒന്ന് അഭിപ്രായം കൂടി പറയണം. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് തവിയും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് വേവാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ തവി ഇടരുത്. തവി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈ വെച്ച് 2 കൈയും കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ മീനൊക്കെ വേവുന്നിടം വരെ വേവിച്ചെടുക്കാം. മീൻ വേവാൻ പെട്ടെന്നാവും കേട്ടോ, ഒരു 6-7 മിനിറ്റും കൊണ്ടാവും. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ തുടക്കത്തിൽ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന്
കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേദർ ഫിഷ് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇന്നത്തെ റെസിപ്പി ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.